ഹായ് ഓൾ. ഞാനിന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ ആയിട്ടോ ഹെയർ കെയർ ആയിട്ടോ ഒന്നും അല്ല വന്നേക്കുന്നത്. ഞാനൊരു കാര്യം പറയാനായിട്ട് വന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ചാനൽ നിർത്തുക ഗൈസ്. കാരണം വെറുതെ എന്തിനാണ് ഒരു ചാനൽ? നമ്മൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറയുന്നത് നേരം പോക്കാണ്, ചെയ്യാം, ഇന്നല്ലെങ്കിൽ നാളെ ലൈക്കൊക്കെ വീഴും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ എൻ്റെ ഓരോ വീഡിയോസും നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അറിയാം, ചില വീഡിയോസിന് 0 ലൈക്കാണ്. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് 7 ലൈക്ക് അല്ലെങ്കിൽ 8 ലൈക്ക്, അതിൽ കൂടുതലൊന്നും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കയറിയിട്ടേ ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസും സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ മനസ്സിൽ തൊട്ട് തന്നെ പറയുന്നത്, അത്രയ്ക്ക് സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കിൻ കെയറും ഹെയർ കെയറുമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓരോ കണ്ടൻറ്റ് കണ്ടെത്തി അത് നമ്മളിൽ പരീക്ഷിച്ച് നമുക്കത് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ നിങ്ങളത് ഏറ്റെടുക്കുന്നില്ല. കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്താണ് കാരണം? എൻ്റെ വീഡിയോയിലുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങളൊന്ന് ചൂണ്ടിക്കാട്ടി തരണം. അങ്ങനെ എന്ത് മിസ്റ്റേക്കാണ് എന്നാൽ കഴിയുന്ന മാറ്റാനായിട്ട് പറ്റുന്ന മിസ്റ്റേക്കുകളാണെന്നുണ്ടെങ്കിൽ ഞാനത് മാറ്റാം. ഇല്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഈ ഒരു യൂട്യൂബ് ചാനലും കൊണ്ടിരിക്കുന്ന വീട്ടമ്മമാർ, എൻ്റെ പോലുള്ള വീട്ടമ്മമാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയ്ക്ക് കഷ്ടപ്പെട്ട് നമ്മൾ ഓരോ കണ്ടൻറ്റ് തപ്പിയെടുത്ത് അത് നമ്മളിൽ പരീക്ഷിച്ചിട്ട് ഈ യൂട്യൂബ് പോലുള്ള വലിയൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇടുന്നുണ്ട്. പക്ഷേ എന്തോ അതങ്ങോട്ട് ആളുകൾ കാണുന്നുണ്ടെങ്കിൽ പോലും ഒരു ലൈക്ക് തരാൻ ആരും കൂട്ടാക്കുന്നില്ല. ഇനി എന്താണ് എൻ്റെ സംഭാഷണ ശൈലി നല്ലതല്ല അതുകൊണ്ടാണോ? അല്ലെങ്കിൽ എൻ്റെ ക്യാമറ ക്ലാരിറ്റി കൊള്ളത്തില്ല അതുകൊണ്ടാണോ? അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള യൂട്യൂബേഴ്സിനെ പോലെ കാണാൻ അത്രയ്ക്ക് സൗന്ദര്യവും ഭംഗിയും കളറും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണോ? എന്താണ് എൻ്റെ വീഡിയോയിലുള്ള മിസ്റ്റേക്ക് എന്ന് നിങ്ങളൊന്ന് പറയണം. ചില വീഡിയോസ് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ഓരോ മറ്റ് ചില യൂട്യൂബേഴ്സിൻ്റെ നോക്കുവാണ്, കണ്ടൻറ്റും കാര്യങ്ങളൊന്നും കാണത്തില്ല. പക്ഷേ അവരെന്ന് പറഞ്ഞാൽ ടൈറ്റായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അവരുടെ മറ്റ് ഭാഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ടായിരിക്കും അവർ വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് ദേഹം നനച്ച് തുണിയൊക്കെ ഒട്ടിപ്പിടിച്ച രീതിയിൽ വൾഗറായിട്ട് നിന്നായിരിക്കും വീഡിയോ ചെയ്യുന്നത്. അതിനൊക്കെയെന്ന് പറഞ്ഞാൽ ശരിക്കും ലൈക്കും കമൻറ്റും ഒക്കെയാണ്. നമ്മൾ ഉപകാരമായിട്ടുള്ള വീഡിയോ സത്യസന്ധമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനൊരു ലൈക്കും ഇല്ല, കമൻറ്റും ഇല്ല, ഒന്നുമില്ല. എൻ്റെ വീഡിയോയ്ക്കുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചൊന്ന് പറഞ്ഞതാ. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ കൊണ്ട് നടക്കുന്നതെന്ന്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് സങ്കടം തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സത്യസന്ധമായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാൻ എൻ്റെ കയ്യിൽ ഒരു ഫോൺ മാത്രമേ ഉള്ളൂ, റെഡ്മി 9 എന്ന് പറയുന്ന ഒരു ഫോണ്. അതെന്ന് പറയാൻ അതിനകത്തിൽ സ്റ്റോറേജോ അല്ലെങ്കിൽ ഒന്നുമില്ല. അതിനകത്ത് പിന്നെ ആകപ്പാടെ ഉണ്ടെന്ന് പറയാൻ നല്ല ക്യാമറ ക്ലാരിറ്റിയാണ്. ഞാൻ അതിലാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കാനാണെങ്കിൽ നമുക്കൊരു സ്റ്റാൻഡ് പോലും ഇല്ല. നമ്മൾ എവിടെയെങ്കിലും വ്യക്തമുള്ളിടത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് നമ്മളിൽ പരീക്ഷിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടിയുടെ കാര്യം തന്നെ വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ശരിക്കും മുടിയുള്ള ഒരാളായിരുന്നു. പക്ഷേ എൻ്റെ പണ്ടത്തെ ഫോട്ടോസൊന്നും എൻ്റെ കയ്യിലില്ല എടുത്ത് കാണിക്കാനായിട്ട്. നമ്മുടെ കയ്യിലാകപ്പാടെ ഈ ഒരു ഫോണേ ഉള്ളൂ. ഈ ഫോണിനകത്ത് നമ്മൾ പഴയ ഫോട്ടോകൾ സൂക്ഷിച്ച് വെച്ചേക്കും, ശരിയാണ്. പക്ഷേ നമ്മൾ വേറെ പുതിയ ഫോട്ടോസ് എടുക്കാൻ നേരം മെമ്മറി ഇല്ല, സ്റ്റോറേജ് ഇല്ലെന്ന് തോന്നുമ്പോൾ നമ്മൾ പഴയ ഫോട്ടോ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടായിരിക്കും നമ്മൾ പുതിയ ഫോട്ടോ എടുക്കുന്നത്. അങ്ങനെ ആ കൂട്ടത്തിൽ എൻ്റെ കുറേ ഫോട്ടോസ് പോയിട്ടുണ്ട്. നിങ്ങളോട് പറയാനാണെങ്കിൽ കാശുണ്ടായിട്ടൊന്നുമല്ല, എൻ്റെ മുടി ഇങ്ങനെ ഒരു വേവി ഹെയറാണ്. ഒരുപാട് അങ്ങ് ചുരുണ്ട മുടിയല്ല, എന്നാൽ അത്യാവശ്യം ഒരു ചെറിയ വേവി ഹെയറാണ്. അപ്പം എനിക്ക് ലോങ് ഹെയറിനോടാണ് ഇഷ്ടം. അപ്പോൾ ഒരു ദിവസമെങ്കിലും എൻ്റെ മുടി ഒന്ന് നീണ്ട് കിടക്കണം എന്നുള്ളൊരാഗ്രഹത്തോടാണ് ഞാൻ കൊണ്ടുപോയി സ്മൂത്തനിങ് ചെയ്തത്. അപ്പോൾ സ്മൂത്തനിങ് ചെയ്ത കഥ പറയാനാണെങ്കിൽ ലൊക്കം ക്യാഷ് കൊടുത്തിട്ടൊന്നുമല്ല ഞാൻ ചെയ്തത്. ഏതാണ്ട് നമ്മൾ ഈ ഇൻസ്റ്റാൾമെൻ്റായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കത്തില്ലേ, ആഴ്ചയിൽ കുറച്ച് പൈസ കൊടുത്ത് തീർക്കുന്ന, അതേപോലെയാണ് ഞാൻ എൻ്റെ മുടി സ്മൂത്തനിങ് ചെയ്തത്. എനിക്ക് മുടിക്ക് നല്ല ലെങ്ത് ഉണ്ടായതുകൊണ്ട് പൈസ ഇച്ചിരി കൂടുതലാകുകയും ചെയ്തായിരുന്നു.
അപ്പോൾ ഇത് പൈസ കൊടുത്ത് തീരുന്നതിൻ്റെ ഇടയ്ക്കാണ് സ്പാ ചെയ്യേണ്ട ഡേറ്റുകൾ വന്നുകൊണ്ടിരുന്നത്. അപ്പം സ്പാ ചെയ്യുമ്പം അത് അവരുടനെ തന്നെ പൈസ വാങ്ങിക്കും, മറ്റേതിൻ്റെ കൂടെ കൂട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ തരാൻ പറയത്തില്ല. അപ്പം അങ്ങനെ അതും കൊടുത്ത് ഈ പൈസയും കൊടുത്ത് തീർന്നപ്പോഴത്തേക്കും ഞാൻ കരുതി ഇനി സ്പാ ഒന്നും ചെയ്യണ്ട, നമുക്ക് നമ്മുടേതായ രീതിയിലുള്ളത് ചെയ്യാം. പക്ഷേ അത് എനിക്കൊരു ഭയങ്കര വെല്ലുവിളിയായിപ്പോയി. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പാ ചെയ്യുന്ന ആ ഒരു ഡേറ്റ് കഴിഞ്ഞ് ആ സ്പാ ചെയ്യാനൊന്നും പോകാതിരുന്നപ്പോഴത്തേക്കിനും തലയൊക്കെ ഭയങ്കര ചൂടായിട്ട് മുടി കൊഴിയാൻ തുടങ്ങി. സത്യമായിട്ട് എനിക്കാണെങ്കിൽ താണ്ടി ഇവിടെയൊക്കെ നല്ല രീതിയിൽ കഷണ്ടി, നല്ല റൗണ്ടിൽ കഷണ്ടി ആയതായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ അതിൻ്റെയും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഫോണിൻ്റെ മെമ്മറി സ്റ്റോറേജ് കുറവായതുകൊണ്ട് നമ്മൾ മെമ്മറി കാർഡും വാങ്ങിച്ചിട്ടിട്ടില്ല, അതിൻ്റെ ഫോൺ സ്റ്റോറേജിലായിരുന്നു കിടന്നത്. അപ്പം എന്തോ കാരണത്താൽ ഡിലീറ്റ് ആക്കേണ്ടി വന്നതും അങ്ങോട്ടാണ്. അപ്പം ആ ഒരു ഫോട്ടോ വരെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റേതായ രീതിയിലുള്ള ഓരോ മരുന്നുകൾ കണ്ടുപിടിച്ച് ടിപ്പുകൾ കണ്ടുപിടിച്ച് ഞാൻ ചെയ്ത് എനിക്ക് അവിടെ നന്നായിട്ട് നല്ല ഉള്ളായിട്ട് നല്ല ബേബി ഹെയർസ് കിളിച്ച് വന്ന് നല്ല നീളവും വെച്ചിട്ടുണ്ട്. അങ്ങനെ വരെയുള്ള ഓരോരോ കണ്ടൻറ്റുകളാണ് ഞാൻ നിങ്ങളിലേക്ക് ഇടുന്നത്. പക്ഷേ എന്നിട്ടും എന്താണ് എൻ്റെ വീഡിയോയുടെ ആ ഒരു മിസ്റ്റേക്ക് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എനിക്ക് ചെയ്ത് നോക്കിയിട്ടുള്ള ഓരോ പരീക്ഷണങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് വിടുന്നത്. സ്ഥിരം ഞാൻ ചെയ്തിട്ട് എനിക്ക് വന്ന മാറ്റങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് ഇടുന്നത്. പക്ഷേ നിങ്ങൾ എന്താണ് ഏറ്റെടുക്കാത്തത്? നിങ്ങൾക്ക് എന്താണ് എൻ്റെ വീഡിയോയിൽ എന്താണ് പ്രശ്നം? ഇനി ഞാൻ പറഞ്ഞതുപോലെ ഇനി എല്ലാ യൂട്യൂബേഴ്സിനെയും പോലെ കാണാൻ അത്രയ്ക്ക് ഭംഗിയില്ല, കളറൊന്നുമില്ലാത്തത് കൊണ്ടൊക്കെയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഇങ്ങനെ പുറന്തള്ളി കളയുന്നത്? പ്രത്യേകിച്ച് ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും ഒരു ലൈക്ക് തരാൻ മറക്കുന്നു, ലൈക്ക് പോലും തരുന്നില്ല ആൾക്കാർ. അപ്പം ഈ കാണുന്നവരോട് ഞാൻ പറയാം, ദയവ് ചെയ്ത് എൻ്റെ വീഡിയോയിലുള്ള മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിക്കണം. കമൻറ്റിൽ കൂടെ എങ്കിലും എന്നെ ഒന്ന് കാണിച്ച് എനിക്കൊന്ന് പറഞ്ഞു തരണം. എന്നാൽ മാറ്റാൻ പറ്റുന്ന മിസ്റ്റേക്കുകളാണെന്നുണ്ടെങ്കിൽ ഞാനത് മാറ്റി നല്ല രീതിയിൽ ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഈ ചാനൽ കൂട്ടിക്കെട്ടേണ്ടി വരും. അതുകൊണ്ടാണ് നിങ്ങൾ എന്തായാലും നിങ്ങളതൊന്ന് പറയണം. പറഞ്ഞിട്ട് എന്നാൽ കഴിയുന്നതാണെങ്കിൽ ഞാൻ മാറ്റിയിട്ട് നമുക്ക് വേറെ രീതിയിൽ നമുക്ക് വീഡിയോസ് ചെയ്യാം. പക്ഷേ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ സങ്കടമാണ്, നല്ല രീതിയിൽ. കാരണം നമ്മൾ ഓരോരോ കണ്ടൻറ്റുകൾ കണ്ടെത്തി നമ്മളത് ആഴ്ചകളോളം നമ്മളെ പരീക്ഷിച്ച് നമുക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്നിട്ടത് കാണുന്ന ചില വീഡിയോസിന് ആൾക്കാർ കാണുന്നുണ്ട്, വ്യൂസ് ഉണ്ട്, പക്ഷേ ലൈക്ക് ആരും കൊടുത്തിരുന്നില്ല. അത് ലൈക്ക് തരാൻ മടിക്കുന്നത് എൻ്റെ സംഭാഷണ ശൈലി ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ എൻ്റെ ശബ്ദം അത്ര ബോറായതുകൊണ്ടാണോ, എന്താണ് പ്രശ്നമെങ്കിലും എൻ്റെ വീഡിയോയിലുള്ള നെഗറ്റീവായിട്ടുള്ള എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്കത് ചൂണ്ടിക്കാണിക്കാം. അപ്പോഴെങ്കിൽ ഒരു തെറ്റ് ഒരാൾ ചൂണ്ടിക്കാണിച്ചെങ്കിലല്ലേ നമുക്കത് തിരുത്തി നേർവഴിയിൽ വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ വീഡിയോയിലുള്ള മിസ്റ്റേക്ക് നിങ്ങൾ കാണിച്ചു തരണം. ഞാൻ മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ കഴിവതും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ മാറ്റിയെടുത്ത് നല്ല രീതിയിൽ ഞാൻ വീഡിയോ ഇടുകയും ചെയ്യാം. അപ്പം അത്രയേ ഉള്ളൂ. എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. ചില വീഡിയോസിന് 0 ലൈക്ക്, ചില വീഡിയോസിന് 1 ലൈക്ക്. 1 ലൈക്ക് എന്ന് പറഞ്ഞാൽ അതെൻ്റെ ഒരു സ്വന്തം കൂട്ടുകാരി എനിക്ക് തരുന്നതാണ്. സ്വന്തം കൂട്ടുകാരി, പുള്ളിക്കാരിയെ കുറിച്ച് എടുത്ത് പറഞ്ഞു. കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ എന്നെക്കാളും ഒരുപാട് മൂത്ത ഒരു ചേച്ചിയാണ്. എങ്കിലും ആ ചേച്ചിയാണ് ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും കണ്ടിട്ട് ആ ചേച്ചി അത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് കമൻറ്റ്, ചിലതിനൊക്കെ കമൻറ്റ് വിടും, ചിലതിനല്ല എല്ലാത്തിനും ലൈക്കും തരുന്ന ചേച്ചി. ആ ചേച്ചിയെക്കുറിച്ച് എടുത്ത് പറയാതിരിക്കാൻ വയ്യ. ആ ചേച്ചിയുടെ ഒരുപാട് റിലേറ്റീവ്സിനെ കൊണ്ടൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അഥവാ ഈ വീഡിയോ ഇങ്ങനെ നിർത്താൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്നെ നേരിട്ട് കാണുമ്പോൾ ചോദിക്കും എന്താ വീഡിയോ നിർത്തിയെന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരരുത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. പുള്ളിക്കാരിയും കൂടെ കാണുമ്പോൾ കണ്ടിട്ട് എന്തുവാന്ന് വെച്ചാൽ ഒരു മിസ്റ്റേക്ക് അവർക്കും തോന്നുന്നുണ്ടെങ്കിൽ അവരും കൂടെ കമൻറ്റ് ഇടട്ടെ എന്ന് കരുതിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലൊരു സാധാ വീട്ടമ്മയാണ് ഞാൻ, എല്ലാവരെയും പോലെ തന്നെ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനോ ഒന്നും അറിയത്തില്ല. അപ്പോൾ നമുക്ക് നമ്മുടേതായ പരിമിതിക്കനുസരിച്ച് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കാനാണെങ്കിൽ തന്നെ അങ്ങനെ സപ്പോർട്ടില്ലെന്നല്ല, ഹസ്ബൻഡ്
സപ്പോർട്ടാണ്. പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിന്ന് ഒരു സപ്പോർട്ടും ചെയ്തില്ല. ക്യാമറയ്ക്ക് ബാക്കിൽ നിന്നാണ് സപ്പോർട്ട് ചെയ്യുന്നതും നീ വീഡിയോ എടുത്തോ, നീ എന്താണെന്ന് വെച്ചാൽ നിൻ്റെ ഇഷ്ടം പോലെ വീഡിയോ ചെയ്തോ എന്ന് പറയുന്നത്. പക്ഷേ വീഡിയോയ്ക്ക് മുന്നിൽ വന്ന് നിന്നിട്ട്, ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിന്നിട്ട് എന്തെങ്കിലും ഒരു 2 വാക്ക് പറയാനോ ഒന്നും തയ്യാറാകത്തില്ല. പക്ഷേ എൻ്റെ മോന് കട്ട സപ്പോർട്ടാണ്. ഞാൻ വീഡിയോ നിർത്തുവാണ്, ചാനൽ നിർത്തുവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അവന് ഭയങ്കര വിഷമമായിപ്പോയി. അവൻ പറഞ്ഞു, അമ്മയുടെ കയ്യിലുള്ള നല്ല കണ്ടൻറ്റൊക്കെ ഉണ്ടല്ലോ അമ്മ, അതിട്ടാൽ മതി, കുഴപ്പമില്ല, കാണുന്നവർ കാണട്ടെ എന്നാ പറഞ്ഞത്. അപ്പം എന്ത് മിസ്റ്റേക്ക് ആണെന്നുള്ളത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് എന്നെ അറിയിക്കുക, ഇനി കമൻറ്റിൽ കൂടെ അറിയിക്കുക. എന്നാൽ മാറ്റാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ മാറ്റി, ഉറപ്പായിട്ട് ഞാൻ മാറ്റിയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ. ഇത്രയേ ഉള്ളൂ. നന്ദി.